ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും ഓണസദ്യ ഒരുക്കാനുള്ള സാധനങ്ങളും ഓണക്കോടിയും വാങ്ങാനുള്ള ഓട്ടത്തിലാണ് മലയാളികൾ. പ്രധാന മാർക്കറ്റുകളിലെല്ലാം തിരക്കേറി തുടങ്ങി. മഴ മാറുന്നത് വിപണിക്കും ഉണർവായി. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശരൺ, കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, കോഴിക്കോട്ട് നിന്ന് എസ് വിനേഷ് കുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം സുവിയിലേക്ക്. സുവി, കൊച്ചിയിൽ തിരക്ക് ഏറിയോ? ഒരു സമ്പൽ സമൃദ്ധമായ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിലാണ് ഇന്ന്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൊച്ചിയിലെ തിരക്ക് പിടിച്ച ബ്രോഡ്വേ മാർക്കറ്റാണിത്. ഇവിടെയാണ് വസ്ത്രം ഉൾപ്പെടെയുള്ളവ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്നത്. ആ മാർക്കറ്റിലെ തിരക്കുകളാണ് കാണുന്നത്. ഏതായാലും കാണം വിറ്റും ഓണം ആഘോഷിക്കും എന്ന പതിവ് മലയാളി തെറ്റിക്കുന്നില്ല. ഇത്തവണ വിപുലമായി തന്നെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ഉള്ളത്. ഇന്ന് കുട്ടികളുടെ ഓണമാണ്. ഏതായാലും നാളെയാണ് മുതിർന്നവരുടെ ഓണം, തിരുവോണം ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാ വീടുകളിലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി മാർക്കറ്റുകൾ, വസ്ത്രവിപണികളിലെല്ലാം തന്നെ വലിയ ഓഫറുകൾ ഒക്കെ നൽകിക്കൊണ്ടാണ് ഈ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഓണം? അത് കുഴപ്പമില്ല, നല്ല സെലക്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളും ഓണത്തിന് വാങ്ങിയോ? ഓടിച്ചു. ഇത് ഓണക്കോടിയാണോ? ഓണക്കോടിയല്ല, ഇത് വന്നപ്പോ ഒരു എടുത്തതാ മാത്രമേ ഉള്ളൂ. ഏതായാലും ഓണക്കോടി വാങ്ങാനും മറ്റും ആളുകൾ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നും കാണാം. ഏതായാലും വലിയ തിരക്ക് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ചേച്ചി, ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി വാങ്ങിക്കഴിഞ്ഞോ? ആർക്കൊക്കെ വാങ്ങി? ചേട്ടന്, പിള്ളേർക്ക്, അമ്മയ്ക്ക്, എല്ലാവർക്കും. ഓണം എങ്ങനെയുണ്ട്? ഓണം കുഴപ്പമില്ല ചേട്ടാ. ഓണം എങ്ങനെയുണ്ട്? ഓണം കുഴപ്പമില്ല. മഴയുടെ ചെറിയൊരു വിഷയമുണ്ട്. എന്നാലും കുറച്ച് ആൾക്ക് വർക്കിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിലും ഓണം വരുമ്പോ അതിന്റെ ഒരു ഇതിനെല്ലാവരും നേരത്തെ കൂട്ടി ഇതെല്ലാവരും തയ്യാറാവില്ല. അപ്പൊ അതിന്റെ ഒരു അടിപൊളിയാക്കണം ഓണം എന്തായാലും. പച്ചക്കറിയൊക്കെ വാങ്ങിയോ? പച്ചക്കറി ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് പച്ചക്കറി വാങ്ങും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. അത് ഞങ്ങൾ അടുത്ത കടയിൽ നിന്ന് വാങ്ങും. ഇന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കി തുടങ്ങോ ചേച്ചി? കറി ഉണ്ടാക്കി തുടങ്ങും. ഞങ്ങള് പായസം, പിന്നെ തോരൻ, അവിയല്, കാളൻ, പാവയ്ക്ക, പച്ചടി, എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും ഓണത്തിന്. വലിയ ആഘോഷത്തിലേക്ക് കേരളം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും മധ്യ കേരളത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പച്ചക്കറി മാർക്കറ്റിലും അതുപോലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ചെറിയ തോതിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മലയാളികളെല്ലാം തന്നെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലേക്ക് നീങ്ങുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മഴ പെയ്തിരുന്നു. ഈ മഴ ഇനി ഉണ്ടാകുമോ എന്നൊരാശങ്ക വ്യാപാരികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഏതായാലും വഴിയോര കച്ചവടക്കാരെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ആളുകൾ ഇതെല്ലാം തന്നെ മാറ്റി ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ സാധനങ്ങൾ മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വഴിയിൽ ഈ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് സാധനങ്ങളെല്ലാം, അതായത് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയായിരുന്നു ഈ വിറ്റിരുന്നത്. അവയെല്ലാം തന്നെ മൂടി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാം. ഏതായാലും മഴ മാറി നിൽക്കും എന്നൊരു പ്രതീക്ഷയാണ് ഏവരും പങ്കുവെക്കുന്നത്. കൊച്ചിയിൽ അല്പം മഴ, അത്തരത്തിൽ തിരുവനന്തപുരത്ത് മഴയുണ്ട്, കൊച്ചിയിലും ചെറുതായി മഴ ചാറുന്നുണ്ട്. പക്ഷേ മഴ മാറി നിൽക്കുന്നു, തൽക്കാലത്തേക്ക് മഴ മാറി നിൽക്കുന്നു എന്ന ആശ്വാസകരമാണ്. നമുക്കിനിയും വിനേഷ് കുമാറിലേക്ക് പോകണം, ശരണിലേക്ക് പോകണം. ശരൺ, മഴ അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഈ ഞാൻ ഇരിക്കുന്ന കഴക്കൂട്ടത്തൊക്കെ, ആക്കുളം ഭാഗത്തൊക്കെ അത്യാവശ്യം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വിപണിയെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലമുണ്ടോ? രഞ്ജിത്ത്, നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ആശങ്ക കച്ചവടക്കാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ മാറി മാനം തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമായി മാറുന്നുണ്ട്. നേരത്തെ ഏകദേശം അരമണിക്കൂറോളം നേരം ഇവിടെ ശക്തമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ ഈ കച്ചവട സാധനങ്ങളൊക്കെ ടാർപോളിൻ കൊണ്ട് മൂടിയിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മഴ മാറി മാനം തെളിഞ്ഞോടെ തന്നെ ഈ സാധനങ്ങൾ,
വീണ്ടും കച്ചവടം പൊടിപൊടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷമായിട്ട് കാര്യമായ ഓണാഘോഷത്തിലേക്ക് കടക്കാനോ അത്തരത്തിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്താനോ ഒന്നും മലയാളികൾക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ വലിയൊരു അവസരം കിട്ടിയപ്പോൾ ഈ കച്ചവട സ്റ്റോളുകളെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഞാനുള്ളത് കിഴക്കേക്കോട്ട വഴിയോര കച്ചവട സ്റ്റോളുകളിലാണ്. നമുക്ക് ഈ സ്റ്റോളുകളിലെല്ലാം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ ഈ ചാല, പാളയം അടക്കമുള്ള മാർക്കറ്റുകളിൽ കാര്യമായ തിരക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ 10 മണിയോടുകൂടി വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോഴും ആ തിരക്ക് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും വൈകിട്ട് വീണ്ടും തിരക്ക് വർദ്ധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് കച്ചവടക്കാർ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം നാളെ തിരുവോണ ദിവസമായതിനാൽ തന്നെ സ്വാഭാവികമായിട്ട് ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പരമാവധി വേഗത്തിൽ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോയി അവിടെ അവസാനവട്ട ഒരുക്കം നടത്താനുള്ള ഓട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മലയാളികൾ ഉള്ളത്. ഏതായാലും നമുക്ക് ഇവിടെ എത്തിയ ആളുകളോട് ഞാൻ ചോദിക്കാം, ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയാണ്? നല്ലോണം നടക്കുന്നു. മഴയില്ലെങ്കിൽ നല്ലോണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം കോവിഡ് കാരണമൊക്കെ നമുക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും ബോണസൊക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നും. വീട്ടിലൊക്കെ എല്ലാവരും ഒത്തുകൂടിയുള്ള വലിയ ഒത്തുകൂടിയുള്ള നല്ല പരിപാടികൾ എല്ലാം സന്തോഷമായിട്ടാണ് ഈ വർഷം. സാധനങ്ങളൊക്കെ വാങ്ങി വേഗത്തിൽ വാങ്ങി മടങ്ങാനുള്ള പാടാണ്. തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിയോ? പച്ചക്കറി മേടിക്കാൻ പോവുകയാണ്. ഇവിടെ എങ്ങനെയുണ്ട് സാധനങ്ങൾക്ക് വിലക്കയറ്റമുണ്ടോ? ഇവിടെ സാധാരണക്കാർക്ക് നല്ല വില കുറവ് മേടിക്കാം. 100 രൂപയ്ക്ക് കൊടുത്താൽ ഷർട്ട് മേടിക്കാം. എങ്ങനെയാണ് രഞ്ജിത്ത്? ഇതാണ് ഇവിടെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാം. ഏതായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇത്തവണ മാറുന്നത്. കാരണം 2 വർഷമില്ലായിരുന്ന ഓണാഘോഷം, ഇത്തവണ ഓണാഘോഷം എങ്ങനെയാണ്? പൊടിപൊടിക്കുകയാണ്. ഓണാഘോഷം അടിപൊളിയായിട്ട് പോവുകയാണ് കേട്ടാ. സംഭവം 4 വർഷത്തെ കൊറോണയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ എല്ലാവരും ഓണാഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കുടുംബസമേതം ഇറങ്ങിയാണ്. കുടുംബസമേതം ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ മോളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ബാക്കി 2 വർഷം മൊത്തം കൊറോണയും ഇതൊക്കെ ആയിട്ട് അങ്ങ് പോയായിരുന്നു. എവിടെയാ സ്ഥലം? പോത്തങ്കോട് നിന്നാണ് നമ്മൾ വരുന്നത്. കിഴക്കേക്കോട്ട വന്ന് ഇതെല്ലാം കണ്ട് എല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അല്ല വേറെ പ്രോഗ്രാം ഒന്നും. ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ? അത് വാങ്ങിക്കാൻ പോവുകയാണ്. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചാലയിലോട്ട് കയറുകയാണ്. ഇവിടെ എങ്ങനെയുണ്ട്? പൊതുവെ വില ഉണ്ടോ? പൊതുവേ ഈ കച്ചവടക്കാർക്കൊക്കെ കൊറോണ വന്നതിന് ശേഷം നല്ലൊരു ഇതാണ് വന്നിരിക്കുന്നത്. ഇപ്പം മഴയും കൂടെ പെയ്യണമെങ്കിൽ ആകെ ഒരു വിഷയമാണ്. ഇത് തിരുവനന്തപുരത്ത് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ മഴയുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തായിരുന്നു. കുഴപ്പമില്ല. എല്ലാവർക്കും ഓണാഘോഷം. ഏതായാലും കച്ചവടക്കാരുടെ മുഖത്തൊരു സന്തോഷം നമുക്ക് പ്രകടമാവുന്നുണ്ട്. ചേട്ടാ വരുന്നില്ല, ഇത്രയും പറഞ്ഞു മതി. അതായത് എങ്ങനെയുണ്ട്? സന്തോഷമാണോ? ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണ്. 2 വർഷം അടഞ്ഞു കിടന്നതല്ലേ. 3ാമത്തെ വർഷമായപ്പോൾ കുറച്ചുകൂടി എല്ലാവർക്കും ഉന്മേഷവും എനർജിയും വന്നിട്ടുണ്ട്. ഈ വർഷം ഓണാഘോഷം അടിച്ച് പൊളിക്കുകയാണ്. വലിയ എനർജി ഉണ്ട്. നല്ല ആൾക്കൂട്ടവും ഒക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ആർക്കും നല്ല സന്തോഷകരമായിട്ടുള്ള ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. നല്ലതാണ്. നേരത്തെ മഴയുണ്ടായിരുന്നു, ഇപ്പൊ മാനം തെളിഞ്ഞു. അതിന്റെ ആശ്വാസം. മാനം തെളിഞ്ഞ് ചെറിയ ഇടയ്ക്കുള്ള മഴയുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. സന്തോഷകരമാണ്. ജനങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. ഈ കൊറോണ കാലഘട്ടം എല്ലാം കഴിഞ്ഞല്ലോ. നമുക്ക് നല്ലൊരു വസന്തകാലം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശരി. മൊത്തത്തിൽ എങ്ങനെയാ? മൊത്തത്തിൽ കൊള്ളാം. ഓണം 2 കൊല്ലം അടഞ്ഞു കിടന്നതല്ലേ, ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് പോയി. കുഴപ്പമില്ല. അതിജീവനത്തിന് ഓണം. അതെന്താ എല്ലാം കുഴപ്പമില്ലല്ലോ. പിന്നെ മഴ ഇവരെ കച്ചവടക്കാരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും രഞ്ജിത്ത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധനം വാങ്ങാൻ വരുന്നവർ ഹാപ്പിയാണ്. 2 വർഷത്തിന് ശേഷം നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. കച്ചവടക്കാരും ഹാപ്പിയാണ്. അവരെ സംബന്ധിച്ചും ഈ പറഞ്ഞ പോലെ 2 വർഷം അവർക്ക് നേരിട്ട വലിയ തിരിച്ചടി, ആ നഷ്ടമൊക്കെ നികത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഓണം. അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരും നല്ല നിലയിൽ തന്നെ കച്ചവടം തിരുവനന്തപുരം നഗരത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും മഴ മാറി നിൽക്കുന്നതും എല്ലാവർക്കും ആശ്വാസമായി മാറുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ മലബാർ മേഖലയിൽ ഓണം അത് വലിയ ആഘോഷമായി കൊണ്ടാടുന്നവരാണ്. അവിടെ കോഴിക്കോട് നിന്ന് വിനേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, രാവിലെ മിഠായി തെരുവിലായിരുന്നു, വലിയ തിരക്കായിരുന്നു അവിടെ. ഇപ്പോഴും സാഹചര്യം വ്യത്യസ്തമല്ലല്ലോ. മഴ അവിടെ ഉണ്ടോ? അത്യാവശ്യം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ മഴ? പ്രസിദ്ധമായ കോഴിക്കോട്ടെ മിഠായി തെരുവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉത്രാടപ്പാച്ചിലിന്റെ ആ ഒരു ആരവം
വർദ്ധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആളുകളെല്ലാം തന്നെ കൂടുതൽ ഈ മാർക്കറ്റിലേക്ക്, അതായത് ഈ മിഠായി തെരുവിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും ഇന്നലെ ഉരട വാണിഭത്തിന് വാങ്ങിച്ച സാധനങ്ങൾ മാറ്റി വാങ്ങിക്കുന്നതിനുമൊക്കെ ആളുകൾ കൂടുതൽ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ വൈകുന്നേരത്തോടു കൂടി തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ എത്താനാണ് സാധ്യത. സാധാരണ നമുക്കറിയാം ഈ മിഠായി തെരുവ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സൂചി വീണാൽ പോലും താഴെ എത്തില്ല എന്ന് പറയും. അത്ര ജനക്കൂട്ടം, അത്ര ടൈറ്റായ ആളുകൾ ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്നാലും കച്ചവടക്കാരോട് നമുക്ക് ഒന്ന് സംസാരിക്കാം. എങ്ങനെയുണ്ട് കച്ചവടക്കാർ? കച്ചവടം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, മഴക്കാണ്. എന്നാലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്? 2 വർഷമൊക്കെ ആയിട്ട് കൊറോണ ഒക്കെ അല്ലായിരുന്നു. എന്നാലും ഇപ്പം കച്ചവടക്കാർക്കൊന്നും വലിയ ഒരു ഇതില്ലാന്ന് വിചാരിക്കണം, മോശമില്ലാന്ന് വിചാരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല. മഴയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തോടു കൂടിയിട്ട് ഓണത്തിന്റെ കഴിഞ്ഞല്ലോ. അല്ല, കോഴിക്കോട് നിപ്പ, അതിനുശേഷം 2 പ്രളയം, ഇപ്പോ 2 വർഷം കോവിഡ് പിടികൂടി, അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഉണർന്നിരിക്കുകയാണ് വിപണി. ആ ഒരു കച്ചവടം കിട്ടുന്നില്ലേ? കച്ചവടം കിട്ടുന്നുണ്ട്. കച്ചവടം ആയിരിക്കും വലിയൊരു അപാകത ഉണ്ടെന്ന് തോന്നുന്നില്ല. കച്ചവടം കിട്ടുന്നുണ്ട്, ഒരു ആവറേജ് ലെവലിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ അത് നമ്മുടെ മെയിൻ ആണല്ലോ. അപ്പോ കച്ചവടമൊക്കെ ഉണ്ട്, അത്യാവശ്യം ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും മറ്റുമെല്ലാം ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, കോഴിക്കോട് മിഠായി തെരുവ് എല്ലാ ആഘോഷവേളകളിലും വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോ നമുക്കെന്തായാലും സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയാണോ? അല്ല, എന്തായാലും ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയും നഗരം കാണുന്നതിന്, തെരുവിലെ ആൾക്കൂട്ടം കാണുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സാധനങ്ങൾ മാറ്റി വാങ്ങുന്നതിനും മറ്റുമാണ് കൂടുതൽ ആളുകളും പൊതുവെ ഇങ്ങോട്ട് എത്തുന്നത്. അതായത് ഈ ഉത്രാടപ്പാച്ചിൽ ദിവസത്തിൽ എത്തുന്നത് അതുകൊണ്ടാണ്. സാധനങ്ങൾ പൂർണ്ണമായും വാങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാതെ ബാക്കി വെച്ച് ഈ ഒരു ദിവസം കൂടി ഇവിടെ എത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിന്റെ പരിസരങ്ങളിലെല്ലാം വാഹന പാർക്കിംഗ് എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്, എല്ലാ കാലങ്ങളിലും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ പൊതുവെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ ഇവിടെ ഗതാഗത സ്തംഭനം ഉണ്ടാവാറുണ്ട്. അതെല്ലാം പരിഗണിച്ച് രാവിലെ തന്നെ ആളുകൾ പരമാവധി എത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും രാവിലെ ഈ ഒരു ഓണാഘോഷം മലയാളി, പ്രത്യേകിച്ച് മലബാറുകാർ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ഈ ഓണത്തിന് പ്രധാനമായും പച്ചക്കറി ഉപയോഗിച്ചുള്ള സദ്യ മാത്രമല്ല, ഇറച്ചിയും മീനുമെല്ലാം നമ്മുടെ ഇതിന്റെ ഭാഗമാവുകയാണ്. അതായത് ഈ സദ്യയുടെ ഭാഗമാവുന്ന ഒരു സ്ഥലം കൂടിയാണ് മലബാർ. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, ഈ 4 ജില്ലകളിലാണ് പ്രധാനമായും എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു സംസ്കാരം, ഈ ഒരു ഭക്ഷ്യ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. പൊതുവെ നമുക്കറിയാം, ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മലബാറുകാർ ഏറ്റവും കൂടുതൽ നോൺ വെജ് ഐറ്റംസ് കൂടുതൽ എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുന്ന ആളുകളാണ്. അത് ഓണവും വിഷുക്കാലത്ത് പോലും ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴും തെരുവുകളെല്ലാം തന്നെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. പതിവ് പോലെ ആളുകൾ എത്തുന്നുണ്ട്. എന്തായാലും ഉത്രാടപ്പാച്ചിൽ കെങ്കേമമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടുത്തെ മലബാറിലെ മലയാളി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ഓണവിശേഷങ്ങളുമായി തിരിച്ചുവരാം.